ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഉറപ്പായും ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേഴ്സസായിട്ട് യു എയിൽ വരാൻ ഇരിക്കുന്ന നേഴ്സസാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ജോലി അന്വേഷിക്കുന്ന നേഴ്സാണ് നിങ്ങൾക്കെങ്കിൽ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ എനിക്കറിയുന്ന അറിവ് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതായത് ഞാൻ പറഞ്ഞു വിടുന്നു വായിക്കരുത് എന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, DOH അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, അതായത് നമ്മുടെ അബുദാബിയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ലൈസൻസിൻ്റെതാണ് DOH എന്ന് പറഞ്ഞാൽ. അതിലേക്ക് 2 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ DOH എന്ന് പറയുന്നത് നമ്മൾ ഓരോ എമിറേറ്റ്സിലും വ്യത്യസ്തമായിട്ടുള്ള ലൈസൻസാണ് നമുക്ക് വേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അവെയർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ പറയാം. അതായത് DHA എന്ന് പറഞ്ഞാൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു ലൈസൻസ്. അത് നമുക്ക് ദുബായിലേക്ക് വേണ്ട ഒരു ലൈസൻസാണ്. സെയിം പ്രോമെട്രി പോലെ തന്നെയാണ് DHA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷാർജ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് എന്താ പറയുക നോക്കുന്നത് ഷാർജ, ജുമാൻ, ഉമ്മുൽ ഖുവൈൻ അല്ലെങ്കിൽ ഫുജറ അങ്ങനത്തെ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് MOH ആണ് വേണം, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. അതിൻ്റെ ഒരു ലൈസൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് MOHന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദുബായിലാണെങ്കിൽ DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾ അലൈൻ അല്ലെങ്കിൽ അബുദാബി ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ DOH ആണ്, ദുബായ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, ആ ലൈസൻസാണ് എടുക്കേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത് DOHൻ്റെ കാര്യമാണ്. അവിടെ 2 ഇയർ എക്സ്പീരിയൻസ് എല്ലായിടത്തും, അതായത് ഈ DHA, MOH, DOH ഇതെല്ലാം നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് മാനിറ്ററി ആയിട്ട് എന്തായാലും വേണം. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മസ്റ്റായിട്ട് വേണ്ട ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് വേണോ വേണ്ടെന്നില്ല, അതെന്തായാലും വേണം. 2 ഇയർ മസ്റ്റായിട്ട്. അത് ഏതൊരു ക്ലിനിക്സോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരു 2 ഇയർ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഡാറ്റ ഫ്ലോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത്. അതിപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം കാര്യങ്ങൾ DOH ഇത് ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതറിയില്ലാത്തവർ പോയി കാണണം. പിന്നെ ഇനി എന്തെങ്കിലും മോറായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജിൽ അയക്കണം. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് അത് ഒരു നിങ്ങളുടെയിലേക്ക് ഒരു ഇത് കിട്ടി എന്നുള്ളത് നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.